രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഈ ഭരണഘടനാ മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജഡ്ജിമാരെ തടയുക എന്നൊരു ലക്ഷ്യം ഈ ഭീഷണിപ്പെടുത്തലുകൾക്കുണ്ടോ, അതോ മറിച്ചൊരു അഭിപ്രായമാണോ താങ്കൾക്ക്? സ്മൃതിജി, ഇതിൽ ആദ്യം തന്നെ ബി.ജെ.പി. പാർട്ടി പ്രസിഡന്റ് ശ്രീ ജെ.പി. നദ്ദ അതിശക്തമായി തന്നെ ഈ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പില്ലെന്നും പൂർണ്ണമായിട്ടും ഇതിനോട് വിയോജിക്കുന്നു എന്നും ദിനേശ് ശർമ്മയോടും നിഷികാന്ത് ദുബെയോടും ഇത്തരം നടപടികൾ, ഇത്തരം നിലപാടുകളോ അല്ലെങ്കിൽ വാദഗതികളോ സ്റ്റേറ്റ്മെന്റ്സോ പ്രസ്താവനകളോ ഇറക്കരുതെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം രാത്രി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആ ട്വീറ്റ് വന്നത്, ഹിന്ദിയിലാണ് വന്നത്, സംശയമില്ല. എന്നിരുന്നാൽ പോലും അത് ആശ്വാസകരമാണ്. ഇനി അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെയല്ല, ഇനി ഒരു നടപടി സുപ്രീം കോടതി പോലും നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ക്രിമിനൽ കണ്ടംപ്റ്റ് എടുക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ്. കാര്യം മതപരമായ യുദ്ധങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഉത്തരവാദിയാണെന്നും സുപ്രീം കോടതി ഉത്തരവാദിയാണെന്നും പറഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിമിനൽ കണ്ടംപ്റ്റ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ചോദിക്കട്ടെ, നിഷികാന്ത് ദുബെ എന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം 4 തവണ MP ആണ്, പലതവണ പാർട്ടിക്ക് വേണ്ടി ഈ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കി നോക്കൂ. കോൺഗ്രസ് MP ഡാനിഷ് അലിയെ BJP MP രമേശ് ബിഥൂരി അപഹസിച്ചപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനെത്തിയത് ഈ നിഷികാന്ത് ദുബെയാണ്. ഈ ചൈനീസ് കയ്യേറ്റ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ വിദേശ നേതാക്കളുമായി ചർച്ച നടത്തുകയായിരുന്നു എന്ന് ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ പ്രസ്താവന രേഖയിൽ നിന്ന് ആദ്യം മാറ്റി, പക്ഷെ പിന്നീട് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വിദേശകാര്യമന്ത്രിയെ വിമർശിച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ അവകാശ ലംഘനത്തിന് നടപടിയെടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ആവശ്യം. ബംഗ്ലാദേശിൽ നിന്നുള്ളവരെ, കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന മാൽഷ, മുർഷിദാബാദ്, ബംഗാളിലെ എന്നീ ജില്ലകൾ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം. മുസ്ലിം കുടിയേറ്റക്കാർ ജാർഖണ്ഡിന്റെ ജനസംഖ്യാനുപാതം മാറ്റുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു വിദ്വേഷ പ്രസംഗം. അപ്പോൾ ഇത് ശീലമായി തുടരുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശീലത്തിന്റെ തുടർച്ചയിൽ സുപ്രീം കോടതിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി താങ്കൾ പറഞ്ഞോളൂ. അല്ല സ്മൃതിജി, നമ്മൾ BJP എന്ന പാർട്ടിയെ പഠിക്കുമ്പോൾ അതിൽ തന്നെ ഒരുപക്ഷെ സമ്പത്ത് സാറിനൊക്കെ കുറെ കൂടെ നേരിട്ടറിയായിരിക്കും ഈ ഒരു തീവ്ര ഹിന്ദുത്വ ലോബിയുണ്ട്. ലോബി എന്ന വാക്ക് ഉപയോഗിക്കാന്നറിയില്ല. പക്ഷെ തീവ്ര ഹിന്ദുത്വത്തിന്റെ പാത കൂടുതൽ പിന്തുടരുന്ന, അത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ പിന്തുടരുന്ന, ഗോലി മാറോ സലോക്കോ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ പലരുണ്ട്. നമ്മുടെ അനന്ത്കുമാർ ഹെഡ്ഗെ അടക്കമുള്ള ആൾക്കാർ ഗാന്ധിജി കാണിച്ചത് ഡ്രാമയാന്നൊക്കെ പറയുകയുണ്ടായി. മറുവശത്ത് നരേന്ദ്രമോദിജി ഗാന്ധി സങ്കല്പ യാത്രകൾ BJP-ക്കാരെല്ലാം എടുക്കണമെന്നും മഹാത്മാഗാന്ധിയാണ് പാതയെന്ന് നരേന്ദ്രമോദിയും സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജിയും ഒക്കെ പറയുമ്പോൾ തികച്ചും തീവ്രത എടുക്കുന്ന ഒരു വിഭാഗം MP-മാരുണ്ട്. അവർ തെറ്റാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും കാണില്ല. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം, ഇപ്പൊ സാധ്വി പ്രഗ്യ അടക്കം, ദിഗ്വിജയ് സിംഗിനെ തോപ്പിച്ച പ്രഗ്യ അടക്കം കൊണ്ടുവരുന്നതിന്റെ റീസൺ ഈ ഒരു എക്സ്ട്രീം റൈറ്റ് എന്നോ ഫാർ റൈറ്റ് എന്നോ ഒക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്ന കാര്യം സത്യമാണ്. ഇപ്പൊ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഈ മൃദു ഹിന്ദുത്വ ലൈനുള്ള ആൾക്കാരുമുണ്ട്, തീവ്ര ഹിന്ദുത്വ ലൈനുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ ലൈനുള്ള ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യണം, നിരുത്സാഹപ്പെടുത്തണം, അവർക്ക് മേൽക്കൈ കെട്ടരുത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. എന്നാൽ അതുപോലെ തന്നെ ഈ ശാക്തിക ഒരു സന്തുലനമാണല്ലോ, ബാലൻസ് ഓഫ് പവർ ആണല്ലോ പലപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ കോടതികളാണ് ഇന്ത്യയിൽ ഏറ്റവും വിശ്വസ്തതയുള്ള സ്ഥാപനം. ആർക്കും അതിൽ തർക്കം കാണില്ല. രാഷ്ട്രീയത്തെക്കാളും മാധ്യമങ്ങളെക്കാളും ഒക്കെ കോടതികളാണ് ഈ ബാലൻസ് കാത്തു സൂക്ഷിക്കുന്നതും വിശ്വാസവും ഉള്ളത്. അതുകൊണ്ട് പേരെടുത്ത് ചീഫ് ജസ്റ്റിസിനെ അങ്ങനെ ആക്രമിക്കുന്നതും മറ്റും ഒരു കാരണവശാലും ശരിയല്ല, അപലപിക്കേണ്ടതാണ്. അതോടൊപ്പം വൈസ് പ്രസിഡന്റിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ പ്രസ്താവന അത്ഭുതം ഉണ്ടാക്കി. കാര്യം അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അത്തരമൊരു പ്രയോഗം നടത്തുമോ എന്ന് പലപ്പോഴും സംശയിച്ചു. പക്ഷേ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. സുപ്രീം കോടതിയുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ്, പ്രത്യേകിച്ച് തമിഴ്നാട് കേസിലെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും ഓവർ റീച്ച് വരുന്നോ എന്നൊരു ഡൗട്ട് സുപ്രീം കോടതിയെ അനുകൂലിക്കുന്ന ഈ പ്രസന്റ് സർക്കാരിനെ എതിർക്കുന്നവരുടെ ഇടയിൽ പോലും ഉണ്ട്. അതായത് സുപ്രീം കോടതി ചെയ്യുന്ന കാര്യങ്ങൾ ജുഡീഷ്യൽ ആക്ടിവിസ്റ്റിന്റെ പരിധി വിട്ട് ജുഡീഷ്യൽ ഓവർ റീച്ച് എന്നുള്ള പരിധിയിലേക്ക് പോവുകയാണോ എന്ന്. തമിഴ്നാടിന്റെ കാര്യത്തിൽ ശരിയാണ്, ആ ബില്ലുകൾ തടഞ്ഞു വെച്ച ശരിയായില്ല, ആ 10 ബില്ലുകൾക്കും അംഗീകാരം കിട്ടിയതായി കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ചില വാക്കുകളിൽ സുപ്രീം കോടതി അമിതാധികാര പ്രയോഗം നടത്തുന്നുണ്ടോ എന്ന് BJP-യോട് യോജിപ്പില്ലാത്തവർക്ക് പോലും നിലവിൽ രാഷ്ട്രപതി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്നു എന്ന ചില കാര്യങ്ങളിൽ പറയാൻ പറ്റുമോ? ഈ ബില്ലുകൾ തടഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ, നിയമമാകരുത് എന്ന രൂപത്തിൽ അത് തടഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണല്ലോ അതിന്റെ ആത്യന്തികമായ അർത്ഥം. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കൈകൾ കെട്ടിയിടുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ, പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ തന്നെ ഈ നിയമത്തിന് അതീതരാണ് എന്നൊരു അർത്ഥമുണ്ടോ? അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കണം,
ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കണം, ഇന്ന സമയത്തിനുള്ളിൽ അവർ ഒപ്പിട്ട് തിരിച്ചയക്കണം എന്നൊരു ക്ലോസ് നമ്മുടെ ഫൗണ്ടേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഫൗണ്ടേഴ്സ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടില്ല. അത് ശരിയോ തെറ്റോ നമുക്ക് വാദിക്കാം. അതായത് ഒരു പ്രത്യേക സ്റ്റിപ്പുലേറ്റഡ് ടൈം. ശ്രീ അബ്ദുൽ കലാം ഇരുന്നപ്പോഴും 1-2 ബില്ലുകൾ ഇതേപോലെ തിരിച്ചയക്കുകയും മറ്റും വരുന്ന സംവാദങ്ങൾ ഉണ്ടായി. ഇന്ന ബില്ല് ഇന്ന തീയതിക്കുള്ളിൽ ചെയ്യണം എന്ന് നമുക്ക് ഔചിത്യത്തിന്റെയും മര്യാദയുടെയും പേരിൽ പറയുമെങ്കിലും അതിനൊരു പ്രത്യേക ടൈം ലിമിറ്റ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇംപ്ലൈഡ് അല്ലെങ്കിൽ രാഹുൽ പഴയ രൂപത്തിലല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ രൂപത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ വെച്ച് ഇങ്ങനെ അവിടെ ഭരിക്കാനാവാത്ത സാഹചര്യം നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരൊറ്റ സംസ്ഥാനത്തിന്റെ കഥയല്ല, തുടർച്ചയായി പരാതികൾ വരികയാണ്. ആ വിഷയത്തിൽ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് തർക്കമില്ല. ശ്രീ രവി എന്ന് പറയുന്ന ഗവർണർ അവിടെ ചെന്ന് ചില പ്രശ്നങ്ങളിൽ വരികയും വിവാദങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെല്ലാം കണ്ടതാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ സുപ്രീം കോടതി വരുമ്പോൾ, ഈ സുപ്രീം കോടതി രാഷ്ട്രീയക്കാരെ പോലെ അല്ലല്ലോ. സുപ്രീം കോടതി ചില ലിമിറ്റ്സ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന അർത്ഥത്തിലല്ല. അവിടെയാണ് വൈസ് പ്രസിഡന്റിന്റെ വാക്കുകൾ മാറ്റിവെച്ചാൽ അദ്ദേഹം റേസ് ചെയ്ത പോയിന്റ് ഡിബേറ്റബിൾ പോയിന്റ് ആണ്. പക്ഷേ നിഷികാന്ത് ദൂബെയോ ദിനേശ് ശർമ്മയോ പറഞ്ഞത് ഡിബേറ്റബിൾ പോലും അല്ല. ആ വിഷയത്തിൽ രണ്ട് പക്ഷങ്ങളില്ല. എനിക്ക് തോന്നുന്നു സെൻസിബിൾ ആയ കോൺഗ്രസും BJP-യും CPM-ഉം ആപ്പും മുസ്ലിം ലീഗും എല്ലാവരും നിഷികാന്ത് ദൂബെ പറഞ്ഞതും ദിനേശ് ശർമ്മ പറഞ്ഞതും ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്ട് ചെയ്യണമെന്ന് പറയുകയും, എന്നാൽ വൈസ് പ്രസിഡന്റ് റേസ് ചെയ്ത ഭാഷയല്ല ആ പോയിന്റ് ഒരു പക്ഷേ സംവാദാത്മകമാക്കണം, കേസെടുക്കണം എന്ന് കൂടി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണം. ഇപ്പോൾ MR അഭിലാഷ് പറഞ്ഞല്ലോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണെന്ന്. ചാൻസ് കുറവാണ്. നമ്മൾ റിയലിസ്റ്റിക്കലി നോക്കിയാൽ, ഞാൻ ഇതായിട്ട് പറയല്ല, നമുക്ക് ഈ ആഴ്ചകളിൽ കാണാമല്ലോ. സുപ്രീം കോടതി വഖഫിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ സ്വരം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റേ ചെയ്യും, അതായത് സാധാരണഗതിയിൽ തമ്പ് റൂൾ, ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. തമ്പ് റൂൾ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ സ്റ്റേ ചെയ്യില്ല എന്നുള്ളതാണ് എന്ന് ശ്രീ തുഷാർ മേത്ത പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും മറ്റൊരു തമ്പ് റൂളും കൂടെ ഉണ്ട് എന്ന് പറയുകയും സുപ്രീം കോടതിയുടെ സ്വരം അത് മുസ്ലിം സമൂഹത്തിന്റെ താല്പര്യങ്ങളും വിശാലാർത്ഥത്തിൽ ഭരണഘടനയുടെ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അപ്പൊ അത്രയും വലിയൊരു വിഷയം നിൽക്കുമ്പോൾ നിഷികാന്ത് ദൂബെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ശ്രദ്ധ മാറ്റുമെന്ന് തോന്നുന്നില്ല. സുപ്രീം കോടതി ഇഗ്നോർ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. സുപ്രീം കോടതി ഇഗ്നോർ ചെയ്യുകയാണോ യഥാർത്ഥത്തിൽ വേണ്ടതെന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഞാൻ ഒന്ന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.